Hi friends, Vivo T1 Pro 5G എന്ന ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് Vivo T1 Pro 5G എന്ന ഫോണിന്റെ വിശേഷങ്ങളാണ്. ഈ ഫോണിന്റെ ഡിസ്പ്ലേയുടെ കാര്യം നോക്കുകയാണെങ്കിൽ 6.4 ഇഞ്ചിന്റെ ഫുൾ HD പ്ലസ് AMOLED ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിൽ കൊടുത്തിരിക്കുന്നത്. 90 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റും ഈ ഒരു ഫോണിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 120 ഹെർട്സിന്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഫോണിന്റെ ഫ്രണ്ടിൽ വാട്ടർ ഡ്രോപ്പ് നോച്ച് ആണ് കൊടുത്തിരിക്കുന്നത്. ഈ ഫോണിൽ പഞ്ച് ഹോൾ ഡിസ്പ്ലേ അല്ല കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഈ പ്രൈസ് റേഞ്ചിൽ വരുന്ന ഫോൺസിലൊക്കെ പഞ്ച് ഹോൾ ഡിസ്പ്ലേ ഒക്കെ ആയിട്ടാണ് വരുന്നത്. എന്നാൽ ഈ ഫോണിൽ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത്. ഈ ഫോണിന്റെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 1300 നിറ്റ്സ് ആണ്. ഓവറോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈൻ ഒഴിച്ചാൽ അത്യാവശ്യം നല്ല സ്പെസിഫിക്കേഷൻസ് ഫീച്ചേഴ്സ് ഒക്കെ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഫോണിൽ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ ആണ് കൊടുത്തിരിക്കുന്നത്. ഫോണിന്റെ വെയിറ്റ് വരുന്നത് 180.3 ഗ്രാം ആണ്. തിക്നെസ് 8.49 mm. ഫോണിന്റെ ബാക്കിൽ പ്ലാസ്റ്റിക് ബാക്ക് ബോഡിയാണ് കൊടുത്തിരിക്കുന്നത്. 2 കളർ വേരിയൻസിലാണ് ഈ ഫോൺ വരുന്നത്, ടെർബോ സി ആൻഡ് ടെർബോ ബ്ലാക്ക്. ഇനി പ്രൊസസറിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗൺ 778G എന്ന പ്രൊസസറായിട്ടാണ് ഈ ഒരു ഫോൺ വരുന്നത്. 24,000 പ്രൈസ് റേഞ്ചിലാണ് ഈ ഒരു ഫോൺ വരുന്നത്. ഈ പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം നല്ല പ്രൊസസർ തന്നെയാണ് ഈ ഒരു ഫോണിൽ കൊടുത്തിരിക്കുന്നത്. ഇതൊരു 5G ഫോണാണ്. 7 5G ബാൻഡ്സും ഈ ഫോണിൽ വരുന്നുണ്ട്. ഇനി സ്റ്റോറേജിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ 6GB 120GB 8GB 120GB എന്ന വേരിയൻസിലാണ് ഈ ഒരു ഫോൺ വരുന്നത്. LPDDR4Xന്റെ റാമാണ് ഈ ഒരു ഫോണിൽ യൂസ് ചെയ്തിരിക്കുന്നത്. UFS 2.2 ടൈപ്പ് സ്റ്റോറേജ് ആണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഈ ഫോണിൽ മെമ്മറി കാർഡ് സ്ലോട്ട് ഒന്നും കൊടുത്തിട്ടില്ല. അതുപോലെ 3.5 mm ഓഡിയോ ജാക്കും കൊടുത്തിട്ടില്ല. അതൊരു നെഗറ്റീവ് ആണ്. സാധാരണ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന ഫോൺസിലൊക്കെ ഈ ഫീച്ചേഴ്സ് ഒക്കെ കൊടുക്കുന്നതാണ്. ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടില്ല. അതുപോലെ എക്സ്റ്റെൻഡഡ് റാം 2.0 എന്ന ഫീച്ചറും കൊടുത്തിട്ടുണ്ട്. ഫോൺ ഹീറ്റ് ആവാതിരിക്കാൻ 8 ലെയർ ലിക്വിഡ് കൂളിംഗ് എന്ന ഫീച്ചറും ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് അൾട്രാ ഗെയിം മോഡ്, മൾട്ടി ടെർബോ ഫീച്ചർ ഒക്കെ ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ 4D ഗെയിം വൈബ്രേഷൻ എന്ന ഫീച്ചറൊക്കെ ഈ ഒരു ഫോണിൽ വരുന്നുണ്ട്. ഈ ഫോണിൽ സിംഗിൾ സ്പീക്കേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഒന്നും ഈ ഒരു ഫോണിൽ വരുന്നില്ല. ഈ പ്രൈസ് റേഞ്ചിൽ വരുന്ന മിക്ക ഫോൺസിലും സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഒക്കെ വരുന്നുണ്ട്, പക്ഷേ ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടില്ല. ഇനി സോഫ്റ്റ്വെയറിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ആൻഡ്രോയിഡ് 12 ബേസ് ചെയ്തിട്ടുള്ള ഫൺ ടച്ച് OS സോഫ്റ്റ്വെയർ ആയിട്ടാണ് ഈ ഒരു ഫോൺ വരുന്നത്. ഇനി ക്യാമറയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പിലാണ് ഈ ഒരു ഫോൺ വരുന്നത്. അതായത് 64 മെഗാ പിക്സലിന്റെ മെയിൻ ക്യാമറയും 8 മെഗാ പിക്സലിന്റെ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും അതുപോലെ 2 മെഗാ പിക്സലിന്റെ മാക്രോ ലെൻസും ആണ് ഈ ഒരു ഫോണിൽ കൊടുത്തിരിക്കുന്നത്. ഈ ഫോണിൽ സെൽഫി ക്യാമറ വരുന്നത് 16 മെഗാ പിക്സലാണ്. ഇനി ബാറ്ററിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ 4700 mAh ബാറ്ററിയാണ് ഈ ഒരു ഫോണിൽ കൊടുത്തിരിക്കുന്നത്. 66 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ്ങും ഈ ഒരു ഫോണിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ കുറച്ച് ദിവസം മുൻപ് ഇറങ്ങിയ iQOO Z6 Pro 5G എന്ന ഫോണിന്റെ റീബ്രാൻഡഡ് വെർഷനാണ് Vivo T1 Pro 5G. സെയിം സ്പെസിഫിക്കേഷൻ, സെയിം പ്രൈസ്. iQOO Z6 Pro 5Gയുടെ സെയിൽ വരുന്നത് ആമസോണിലും Vivo T1 Pro 5Gയുടെ സെയിൽ വരുന്നത് ഫ്ലിപ്കാർട്ടിലുമാണ്. വേറെ വലിയ ഡിഫറൻസ് ഒന്നും വരുന്നില്ല. ഈ ഫോണിന്റെ പ്രൈസ് വരുന്നത് 6GB 120GBയുടെ പ്രൈസ് വരുന്നത് 23,999 ആണ്. 8GB 128GBയുടെ പ്രൈസ് വരുന്നത് 24,999 ആണ്. അതുപോലെ ബാങ്ക് ഓഫേഴ്സ് ഒക്കെ ഉണ്ട്. Vivo T1 Pro 5G ഓവറോൾ നോക്കുകയാണെങ്കിൽ കുഴപ്പമില്ലാത്ത ഒരു ഫോണാണ്. എന്ന് പറഞ്ഞാൽ ഗെയിമേഴ്സിന് ഈ ഒരു ഫോൺ ഓക്കെ ആണ്. ശരിക്കും പറഞ്ഞാൽ നല്ല ഗെയിമിംഗ് ഫോണാണ് Vivo T1 Pro 5G. താല്പര്യമുള്ളവർക്ക് എടുക്കാം. അതുപോലെ നമ്മുടെ ചാനൽ ഒരു ഗീവ് അവേ നടക്കുന്നുണ്ട്. എല്ലാവരും ഗീവ് അവേയിൽ പങ്കെടുക്കുക.